അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണുമണിത്തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ, കിബിറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരാൾ തന്റെ വസ്ത്രവും പാദരക്ഷയുമൊക്കെ ഭംഗിയുള്ളതാവാൻ ആഗ്രഹിക്കാറില്ലേ? അതും ഈ കിബിറിൽ, അഹങ്കാരത്തിൽ പെടുമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഒരാൾ നല്ല വസ്ത്രം ധരിക്കലോ നല്ല ചെരുപ്പ് ധരിക്കലോ ഇതൊന്നും അഹങ്കാരത്തിൽ പെടുന്നതല്ല. മറിച്ച് അഹങ്കാരം എന്ന് പറയുന്നത് ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ നിഷേധിക്കലും അതുപോലെ ജനങ്ങളെ അവഗണിക്കലുമാണ് കിബറിന്റെ അടയാളം, അഹങ്കാരം എന്നുള്ളത്. അപ്പോൾ ഒരാൾ നല്ലൊരു കാര്യം പറഞ്ഞു തന്നാൽ, സത്യമായ ഒരു കാര്യം പറഞ്ഞു തന്നാൽ അതിനെ നിഷേധിക്കുക. അതങ്ങനെയൊന്നുമില്ല, അതങ്ങനെ ചെയ്യുന്നതില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ, ഈ കാലത്ത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ നിഷേധിക്കുന്നവരെ കാണാം. അതുപോലെ തന്നെ ജനങ്ങളെ അവഗണിക്കുക, അവർ നല്ലത് ചെയ്താലും നല്ലത് പറഞ്ഞാലും അതിനെയൊക്കെ ഒരു അവഗണനയോട് കണ്ടുകൊണ്ട് തള്ളിക്കളയുന്ന പ്രവണതയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അഹങ്കാരമുണ്ട്. അപ്പോൾ അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നല്ല വീട് താമസിക്കലോ നല്ല വാഹനത്തിൽ സഞ്ചരിക്കലോ നല്ല വസ്ത്രം ധരിക്കലോ നല്ല ചെരുപ്പ് ധരിക്കലോ ഇതൊന്നും അഹങ്കാരത്തിന്റെ പരിധിയിൽ വരില്ല. പക്ഷെ അഹങ്കാരമായി മാറും. ഇതൊക്കെ ഉള്ളവൻ ഇതൊന്നും ഇല്ലാത്തവനെ കാണുമ്പോൾ, നിഅമത്ത് കിട്ടിയവർ അത്രയൊന്നും ഇല്ലാത്തവരെ കാണുമ്പോൾ ഒരു പരിഹസിക്കുകയാണെങ്കിൽ, കളിയാക്കുകയാണെങ്കിൽ, ഞാൻ ഭയങ്കര ഉഷാറാണ്, അവർക്കൊന്നൊന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ അത് അവിടെ കിബറിന്റെ അടയാളമായി, അഹങ്കാരമായി മാറുന്നതാണ്. അതുപോലെ തന്നെ അഹങ്കാരത്തോടുകൂടെ വസ്ത്രം വലിച്ചേച്ച് നടക്കുക. നിര്യാണിക്കത്തായി വസ്ത്രം ഉടുക്കുന്ന ഒരാൾ കണ്ടാൽ അങ്ങനെ ഉടുക്കാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്നവരുണ്ടാകും. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ അത് ചെയ്യരുത്, വലത് കൈ കൊണ്ട് കുടിക്കണം എന്ന് പറയുമ്പോൾ ഇത് ഡിസ്പോസിബിൾ അല്ലേ, അല്ലെങ്കിൽ ഗ്ലാസിന് കച്ചരാവില്ലേ എന്നൊക്കെ പറയുന്നത് സത്യത്തെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുത്താൽ അതിനെ അവഗണിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് മനസ്സിലാക്കാനും നല്ലത് ഉൾക്കൊള്ളാനും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ഒക്കെ ഈ റമദാനിൽ കാരണമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.